ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ BJPയുടെ രാപ്പകൽ സെക്രട്ടേറിയറ്റ് വളയിൽ ആരംഭിച്ചിട്ടുണ്ട്. ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ആഷ് ഇന്ത്യാഗോയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആഷ് ഇന്ത്യാഗോ, ഗുഡ് ഈവനിംഗ്. എങ്ങനെയാണ് രാപ്പകൽ സമരം? 24 മണിക്കൂറാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരെ കണ്ടു. ഇപ്പോഴും അധ്യക്ഷൻ അവിടെയുണ്ടോ? അരുൺ, അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അല്പസമയം മുമ്പാണ് ഇവിടെ നിന്നും മടങ്ങിയിട്ടുള്ളത്. പക്ഷേ മറ്റ് നേതാക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഈ ഒരു പ്രതിഷേധം ധർണയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ ഇവിടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ എന്തായാലും ഇപ്പോൾ 7:30യോടുകൂടിയാണ് ഈ ശബരിമല സ്വർണ്ണ വിഷയത്തിൽ അല്ലെങ്കിൽ വിവാദത്തിലെ BJPയുടെ സെക്രട്ടേറിയറ്റ് വളയലും അതുപോലെ തന്നെ രാപ്പകൽ ധർണയും ആരംഭിച്ചിട്ടുള്ളത്. കൃത്യം 7:30 തന്നെ ഇവിടെ തുടങ്ങുകയും ചെയ്തിരുന്നു. തുടങ്ങുന്ന സമയത്ത് കനത്ത മഴയായിരുന്നു. പക്ഷേ ഈ കനത്ത മഴയെ അവഗണിച്ചുകൊണ്ട് നേതാക്കളടക്കം സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധ ധർണയാണ് നമ്മൾ കണ്ടത്. അതിനൊപ്പം തന്നെ അണികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് വിവിധ ജില്ലകളിൽ നിന്നുള്ള അണികൾ ഈ ഒരു രാപ്പകൽ പ്രതിഷേധ ധർണയിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ വൈകുന്നേരം വരെ ഈ ഒരു ധർണ തുടരും എന്നുള്ളതാണ്. നാളെയായിരിക്കും മറ്റ് 2 ഗേറ്റുകളിലേക്ക് കൂടി ഈ ഒരു ഉപരോധ സമരത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഇന്ന് സമരഗേറ്റിന് മുന്നിൽ മാത്രം, ഒരു ഗേറ്റിന് മുന്നിൽ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഉപരോധ രാപ്പകൽ സമരം നടക്കുന്നത്. നാളെയോടുകൂടി മറ്റ് 2 ഗേറ്റുകളിലേക്കും, ഒരു ഗേറ്റ് കണ്ടോൺമെന്റ് ഗേറ്റ് ഒഴികെ മറ്റ് 2 ഗേറ്റുകളിലേക്ക് കൂടി ഈ ഉപരോധ സമരം നീളും എന്നുള്ളതാണ്. ഏതാണ്ട് 10,000 പേർ വരുന്ന അണികൾ ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. മഴയായതുകൊണ്ടായിരിക്കും അല്ലേ അവര് തൊപ്പികളൊക്കെ അണിഞ്ഞു നിൽക്കുന്നത്? തൊപ്പികൾ എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുത്ത തൊപ്പികളാണ്. നമ്മുടെ ചിഹ്നം താമര എന്ന് രേഖപ്പെടുത്തിയ തൊപ്പികളൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അല്ലേ? അത് നമുക്ക് കാണാൻ പറ്റും. മഴയുണ്ടോ അവിടെ അശ്വിൻ? കാരണം അല്പസമയം മുമ്പ് മഴയൊന്ന് ശമിച്ചിട്ടുണ്ട്. നേരത്തെ നല്ല മഴയായിരുന്നു, കനത്ത മഴയായിരുന്നു, അതിശക്തമായ മഴയാണ്. നിലവിൽ ഇപ്പോൾ എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന്റേതായ ശക്തമായ മഴ അല്പസമയം മുമ്പ് വരെ ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ മഴയൊന്ന് മാറിയിട്ടുണ്ട്. മഴ പെയ്തപ്പോഴും ഈ നമ്മുടെ BJP പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ ആരും മാറിയിരുന്നില്ല. ശരണവിളി ഉണ്ടായിരുന്നു. 24 മണിക്കൂർ സെക്രട്ടേറിയറ്റ് വളയൽ സമരമാണ്. താങ്ക് യു. ആഷ് ഇന്ത്യാഗോയാണ് നമുക്കൊപ്പം ചേർന്നത്. സെക്രട്ടേറിയറ്റ് വളയിൽ 24 മണിക്കൂർ ഇന്ന് രാത്രിയിലും നാളെ വൈകുന്നേരം 5 മണി വരെയാണ്.